ആണ്. അപ്പൊ ഈ നാട് ഭരിക്കണത് ആരാണ്? കേരള സ്റ്റേറ്റ് ഭരിക്കണ കള്ളന്മാരൊന്നുമല്ല. പിന്നെ ആരാണ്? പറഞ്ഞതിന്റെ കുഴപ്പം. പിന്നെ ആരാ? കാരണം കേരള സ്റ്റേറ്റ് ഭരിക്കണമെങ്കിൽ എന്റെ കള്ളൻ എന്ന് പറയണമെങ്കിൽ എന്റെ തെളിവ് തന്നെ. പാലങ്ങളും ഈ കണ്ട റോഡുകളും മുഴുവൻ വന്നത് ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് വന്നത്. അവരുടെ പൈസയാണോ അത്? പിണറായി കള്ളനോട് സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പൊ താങ്കളുടെ വായിന്ന് അത് കേട്ടതിൽ സന്തോഷം. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു. അല്ല, ഭരിക്കുന്ന നന്നാവൻ. ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അഴിമതിക്കും അക്രമത്തിനും തിളക്കുന്ന ചോരകൾ എത്ര അടിമപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ മെട്രോ റെയിലിൻ്റെ ഈ ഓട്ടോറിക്ഷ 1075 ഓട്ടോറിക്ഷ കട്ടപ്പുറത്തിരിക്കുന്നതിനെക്കുറിച്ച് സ്റ്റോർ ചെയ്യാൻ കലൂർ വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനോടൊന്ന് അഭിപ്രായം ചോദിച്ചു. ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അഴിമതിക്കും അക്രമത്തിനും തിളക്കുന്ന ചോരകൾ എത്ര അടിമപ്പെട്ടിരിക്കുന്നു. ഈ അടിമത്തം തുടർഭരണം കേരളത്തിന് കൊടുത്താൽ ഒന്നും പറയണ്ട, മറ്റാരുണ്ട് കേരളത്തെ ഇങ്ങനെ തകർക്കാൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ഓട്ടോറിക്ഷ എന്താണ് 2 വർഷമായിട്ട് ഇങ്ങനെ കിടക്കണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ആ പാർട്ടി കക്ഷി രാഷ്ട്രീയം തിളച്ചങ്ങട് കയറി. ചോദിക്കണതിനല്ല ഉത്തരം. വയനാട് ഇപ്പോഴും ഈ വിഷുവിനും കഞ്ഞി വെച്ച് അതിൻ്റെ അകത്ത് കിടന്നുറങ്ങി കാലത്ത് അപ്പിയിട്ട് കുളിച്ച് പുറത്തു പോകാൻ പറ്റിയാന്ന് ചോദിച്ചപ്പോഴും അതിന് ഉത്തരവില്ല. ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇദ്ദേഹം പറയണതിൽ വല്ല ന്യായമുണ്ടോ? തർക്കിച്ച് ഒച്ചയുണ്ടാക്കി അന്യായത്തെ ന്യായമാക്കുന്ന ക്യാപ്സൂളും തള്ളിമറിക്കണ ന്യായീകരണ തൊഴിലാളികളുള്ളിടത്തോളം കാലം ഈ കേരളം രക്ഷപ്പെടുമെന്ന് തോന്നാനുള്ള. ഒന്ന് കേട്ടു നോക്കി ഇദ്ദേഹം പറയണത്. ഈ ഓട്ടോറിക്ഷകൾ ഇവിടെ ഈ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ആളായി ഇങ്ങനെ? 2 കൊല്ലമായി. ഇത് ഓടണതാണ് ഇപ്പോൾ ഓടാനുള്ള അല്ലേ? എന്താ പേര് ചേട്ടൻ്റെ പേര്? എന്താ പേര് ചേട്ടൻ്റെ പേര്? ചേട്ടന് ഓട്ടണത്തിന് ആളെ കിട്ടണ്ട കിടക്കുന്നുണ്ട്. ഇതിലാളെ കിട്ടണല്ലോ അല്ലേ? ഒരു മിനിറ്റ് കിടന്നു ചേട്ടാ. ഈ നമ്മുടെ മെട്രോ റെയിൽ ഒരു ദിവസം 1 കോടി രൂപ 100 ലക്ഷം രൂപ നഷ്ടത്തിലാണ് പോണത്. ഒരു ദിവസം കയറിയിട്ട് ഒരു ദിവസം 100 ലക്ഷം രൂപ, അതെ 1 കോടി രൂപ. അപ്പോൾ അവർ അതൊന്നും നന്നാക്കണതിന് മുമ്പ് ഈ ഓട്ടോറിക്ഷ എടുത്ത് കട്ടപ്പുറം 75 ഓട്ടോറിക്ഷ ലോൺ എടുത്തേക്കണേ. എവിടെ നിന്നൊക്കെ? കിഫ്ബി പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ലോൺ എടുത്തേക്കണേ. 75 ഓട്ടോറിക്ഷയും കട്ടപ്പുറത്താണ്. ഇത് നമ്മളല്ലേ ഈ പൈസ അടക്കണം ടാക്സ് ഒക്കെ ആയിട്ട്? നിങ്ങളെ ഇലക്ഷനിൽ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞാ? എത്ര നാളായി ഈ ഓട്ടോറിക്ഷ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? അല്ല, ഇത് മെട്രോ റെയിൽ എന്റെയും തന്റെയാണ്, നമ്മളാണ് ചോദിക്കേണ്ടത്. അല്ല, അത് വേണം. അപ്പൊ ഈ ഗാന്ധിജി ഉണ്ടല്ലോ, ഗാന്ധിജിയൊക്കെ നമ്മുടെ അപ്പനും അമ്മയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല ഇതും പറഞ്ഞിരുന്നേനെ. അതെ, അത് കടമെടുത്തേക്കണത് ആണ്. അപ്പൊ ഈ നാട് ഭരിക്കണത് ആരാണ്? ഓ, താങ്ക് യു. ഒരു സത്യം പറഞ്ഞു ആദ്യമായിട്ട് കുറെ നാളുകൂടി ഒരു സത്യം കേട്ടത്. പിന്നെ ആരാണ്? പിന്നെ ആരാ? ഞാൻ പറയട്ടെ ഒരു തെളിവ്. ഈ കൊച്ചി മെട്രോ ആരുടെ? അല്ല, കേന്ദ്രവും സംസ്ഥാനത്തിന്റെയും കൂടിയാണ്. കണ്ടാ ആ രാഷ്ട്രീയം വന്നപ്പോ തെറ്റ് ശരിയായതുകൊണ്ടാ. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇങ്ങോട്ട്. ഒരു ചെറിയ ചോദ്യം, നമുക്ക് ഒരു രാഷ്ട്രീയം വേണ്ട. ഞാൻ ചോദിക്കണത്, ഈ കേരളം കള്ളന്മാരല്ല എന്ന് പറഞ്ഞ 2-3 കാര്യം. ആഗോള അയ്യപ്പ സംഗമം നടത്തി, അതിന്റെ കണക്ക് ഞാനും താനും അറിയണ്ടേ? നമുക്ക് പാർട്ടി വിടാം, ചേട്ടനും ഞാനും സഹോദരനല്ലേ, നമുക്കിത് അറിയണ്ടേ? അതെ, അത് പറഞ്ഞില്ലല്ലോ, കണക്ക് തന്നെ ഇല്ലല്ലോ. അപ്പൊ ഇനി പോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഓട്ടോറിക്ഷ കിഫ്ബിന്ന് ലോൺ എടുത്താൽ മേടിച്ചേക്കണം. അപ്പൊ അറിയാത്ത കാര്യം പറയുമ്പോൾ വെറുതെ ആ പാവത്തിന് പഠിപ്പിച്ചു. ഞാൻ പറയുന്നത് LDF UDF ഒന്നും അല്ല, അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കണം. ചേട്ടൻ അവരുടെ പൈസയാണോ അത്? അല്ല, ഒരു മിനിറ്റ്. ആയിക്കോട്ടെ, ഓട്ടോ വന്നു. പക്ഷെ എന്നാലും ഒരു ചോദ്യം, ഒറ്റ കാര്യം, ഇതൊക്കെ നമ്മുടെ നികുതി പണം അല്ലാണ്ട് ഇടതും വലതും അല്ല. അങ്ങനെ ആയിക്കോട്ടെ, എന്നിട്ട് ഇവര് രക്ഷ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ വീടിന്റെ അതാരാ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ താങ്കളുടെ വായിന്ന് അത് കേട്ടതിൽ സന്തോഷം. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു. അല്ല, ഭരിക്കുന്ന സർക്കാർ എന്ന് പറയും ഈ പറഞ്ഞ ഇത്തരം എന്താ പറയാ, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഈ പറഞ്ഞ വൃദ്ധന്മാർക്കും എല്ലാം സഹായിക്കുന്ന
അവരെ നിങ്ങൾ ഈ കുറ്റം പറയാൻ വളരെ മോശം. ആ നമുക്ക് ബാക്കി അനുഭവിച്ച് തീർക്കാം. 2018 വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വിഷുവിന് അവർക്ക് കയറി താമസിക്കാൻ പറ്റും. 778 കോടി രൂപ കൊടുത്തിട്ട് 778 ഇത്രയും നല്ല സംശയം പണിയാണ് ആരോട് 778 കോടി രൂപ. വയനാട് പോയി കാണാൻ അവിടെ ആള് കഞ്ഞി വെച്ചു തുടങ്ങിയ. അവിടെ കഞ്ഞി വെക്കണ്ട. അവിടെ കഞ്ഞി വെക്കുന്നുണ്ടാ. സാധാരണ കഞ്ഞി ഓക്കെ, ഞാൻ ഇന്ന് താങ്കൾ നന്നാവൻ. ഇന്ന് ഏതായാലും താങ്കൾ നന്നാവൻ. ആ ചോരക്കളിക്ക് മാത്രം കൊള്ളാം. ബെസ്റ്റ് പോലെ. അതെ, 66 വയസ്സായി പോനെ പൊട്ടടിക്കാൻ. ഓക്കെ, ബാക്കി നമുക്ക് 9-ാം തീയതി ലാൽസരം. ഏതായാലും 75 വണ്ടി കട്ടപ്പുറത്തിരിപ്പുണ്ട്. അത് CPM-ന്റെ ലേബലിൽ കൊടുക്കാം. കിഫ്ബി ബായ്. എൻ്റെ പോലെ 2-3 പട്ടിയുടെ വാല് ഞാൻ നേരെയാക്കി കഴിഞ്ഞു. ഞാനും രാഷ്ട്രീയവും വാല് വളഞ്ഞ് തന്നെ ഇരിക്കും.